ഹലോ, ഇന്നലെ നമ്മുടെ കാർത്തികയല്ലായിരുന്നോ? അപ്പോൾ ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല ഭംഗിയുണ്ട്, നമ്മുടെയൊക്കെ അവിടെ ചിരാത് മാത്രമേ കത്തിക്കത്തുള്ളൂ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കി വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് ഫൈനൽ ലുക്കിന്റെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോയി, മറന്നുപോയതാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ, ലാസ്റ്റ് വരെ കാണണം കേട്ടോ. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണേ. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. എന്തിനാണ് എന്റെ വാഴ വെട്ടിയത്? അമ്മ ഇന്ന് കാർത്തികയായിരുന്നമ്മ. അയ്യോ, അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ഇതെന്തേരുമ്മ പിന്നെ എങ്ങനെയാണ്? അമ്മ അമ്മ ഇവിടെ വന്നേ പോയി പറയുമല്ലോ. ഞാൻ പറയുമ്പോഴത്തേക്ക് ഇന്ന് കാർത്തികാണല്ലേ, അയ്യോ ഞാനതങ്ങ് മറന്നുപോയി. ഓ പിന്നെ ഓ നല്ലൊരു മുഖത്തൊന്ന് കിട്ടി. ആ ഓ എന്തിനാണ് എന്റെ വാഴ വെട്ടിയത്? അമ്മ ഇന്ന് കാർത്തികയായിരുന്നമ്മ. അയ്യോ, കാർത്തികയായിരുന്നു. അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ഞാൻ വന്ന് തടയാതി അമ്മ. പോയി തടവില്ലേ? ഓ ഒന്നുകൂടെ പറഞ്ഞിട്ട്. ഓ അയ്യോ, കാർത്തികയായിരുന്നു. അത് ഞാൻ ഓർത്തില്ല. ഓർത്തുമോളെ. ഹലോ ഗായ്സ്, ഇന്ന് കാർത്തികയല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാർത്തികയുടെ കുറച്ച് പരിപാടികൾ ചെയ്യാൻ പോവാണേ, കാണിച്ചു തരാം. ആ തെങ്ങിന്റെ മണ്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഒരാളെ കാണാൻ പറ്റുമേ. അണ്ണനാണ് കേട്ടാ. ഒരു ഹായ് കൊടുത്താണ്. ഹായ്. ഋതുക്കുട്ടനും മിന്നൂട്ടിയും കൂടി ആ ചൂട്ടുകളൊക്കെ ഓടി ഓടി അമ്മാമിക്ക് പറക്കിക്കൊണ്ട് കൊടുക്കുവാണേ. ഈ ഓലകളൊക്കെ വെട്ടിയിടുന്നത് നമ്മുടെ കാർത്തിക വിളക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പച്ചമടലുകളൊക്കെ ചെത്തിച്ചീവി നമ്മൾ എടുക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഈ ഓലകളെല്ലാം കൂടി ഞാൻ വലിച്ച് നേരെ നമ്മുടെ ഫ്രണ്ട് മുറ്റത്തേക്ക് കൊണ്ടുപോയി കേട്ടോ. അവിടെയാണ് നമ്മൾ കാർത്തിക വിളക്ക് സെറ്റ് ചെയ്യുന്നത്. അത്തത്തിന് വരയ്ക്കുന്ന കൊണ്ടല്ലേണ. നമ്മൾ ഈ അത്തമൊക്കെ ഇടാൻ നേരത്താണ് കേട്ടോ ഇങ്ങനെ വട്ടം വരയ്ക്കുന്നത്. അതുപോലെ തന്നെ അണ്ണൻ ഇതുപോലെ വട്ടങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കുറ്റികളൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മരത്തിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ, ഇതുപോലെ ചീവി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് അളവ് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടേ. ഒരു കമ്പി വെച്ചിട്ടാണ് കേട്ടോ അളവ് പിടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ടിനൊന്ന് ഗ്യാപ്പിട്ട് ഒരു 5-6 അടിച്ചു കൊടുത്ത്. എവിടെ ഓ നല്ല വാഴയെന്ന് അത്തിരി ഉള്ളതിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. നല്ലത് നിക്കട്ടെ, നമുക്ക് ഇനിയിപ്പോ ശോഷണം തന്നെ വെട്ടല്ലേ. നമ്മൾ വാഴ നോക്കി 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 വെളിയിലോട്ട് ഇറങ്ങി. ഓ അത് വെട്ടിക്കോ. അങ്ങനെ ഒരു വാഴേനെ വെട്ടി ചാച്ചിട്ടുണ്ട്. കാർത്തികയ്ക്ക് വെക്കാനാണ്. ഒരു ഇല വെട്ടിയെടുക്കും, ചോറ് ചെയ്തു. എല്ലാരെയും ആ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ എന്നാ കാർത്തിക? ഈ വാഴയൊക്കെ വെച്ച് നമ്മളെവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടാ. വെയിൽ വന്ന് മുഖത്തടിച്ചിട്ട് പ്ലച്ചന തിളങ്ങുന്നു, മുഖം തിളങ്ങുന്നു. ഇത് വൃത്തിയാക്കി അതിന്റെ പുറത്തുള്ള തൊലിയൊക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ട് എടുക്കും. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. എടുത്ത് പൊക്കി. അങ്ങനെ ആ വെട്ടിയ വാഴയുടെ തൊലിയും തോലിയും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉരിച്ച് കളഞ്ഞിട്ട് അവിടെ നേരെ നമ്മൾ എടുത്തുകൊണ്ട് വന്നേ. നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ ഇറക്കി കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലോട്ട് നേരത്തെ ഒരു കമ്പിയും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ കമ്പിയിലോട്ടാണ് കേട്ടോ നമ്മൾ ഈ വെട്ടി എടുത്തുകൊണ്ടുവന്ന വാഴ ഇതുപോലെ ഒന്ന് കുത്തി അങ്ങ് ഇറക്കി കൊടുക്കുന്നത്. നല്ലതുപോലെ ആ സെൻറ്റർ പിടിച്ച് ഇതുപോലെ കുത്തി അങ്ങ് ഇറക്കി കൊടുക്കണം. ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആരൊക്കെയോ പറഞ്ഞായിരുന്നു നമ്മുടെ അവിടെയൊക്കെ ചിരാത് മാത്രമാണ് കത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആരോ ഒരാൾ ചോദിച്ചായിരുന്നു ക്രിസ്മസ് ആയിട്ടാണോ കാർത്തിക വിളക്കെന്നൊക്കെ. ഇന്നലെ കാർത്തിക ആയിട്ട് അതും കൂടി നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ക്രിസ്മസ് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ പുറകെ വരുന്നുണ്ട്, എല്ലാവരും മിസ്സാക്കാതെ കാണണം കേട്ടോ. ഞാൻ ഈ മടലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നത് വേറൊന്നുമല്ല, താഴത്തെ ചേച്ചി അണ്ണനും കൂടെ വന്നായിരുന്നു, അവരോട് വർത്താനം പറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ മടലൊക്കെ ഇതുപോലെ കൂർപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ആ വാഴയിലേക്ക് കുത്തി നിർത്തുന്നുണ്ടേ. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ആ താഴെ നമ്മൾ അടിച്ചു കൊടുത്ത കുറ്റി കമ്പില്ലേ അതിലേക്ക് കണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് റൗണ്ടിന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്യുന്നതാണ്, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഐഡിയയിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണേ, നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ചെയ്തു കൊടുക്കാം. ഈ വളച്ച് വെച്ച് കൊടുത്തിരിക്കുന്നതും ഈ മടലിൻ്റെ പീസുകൾ തന്നെയാണ്. അന്ന് അതവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴത്തെ പീസുകളൊക്കെ രണ്ടും കൂടി പിടിച്ച് കെട്ടിക്കൊടുക്കുന്നതാണ്. ഋതുക്കുട്ട എൻ്റെ മുതുകത്തൊക്കെ വന്ന് ചാരി കിടക്കിയിരുന്നു. ഇനി അതിൻ്റെ സെൻറ്റർ എല്ലാം കൂടെ പിടിച്ചിട്ടൊന്ന് നൂലിന് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഉറച്ചവിടെ അങ്ങ് ഇരുന്നോളൂ.
ഇനി നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, കാർത്തിക ചട്ടി, അത് വെക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ദാണ്ട് ഈ വാഴ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ മൺചിര അതിനെ കാർത്തിക ചട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് കുരുത്തോലയാണ്. അപ്പോൾ ഇനി കുരുത്തോലയുടെ പരിപാടികളാണ് കേട്ടോ. കുരുത്തോല എടുത്ത് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വെട്ടിയും വളച്ചും ഒക്കെ ഇങ്ങനെ കുത്തി കൊടുക്കും കേട്ടോ. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് കാണുമെന്നൊക്കെ എനിക്കറിയാം. കാരണം നമ്മൾ മാത്രമല്ല കേട്ടോ, കുറേ പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും. നമുക്ക് പറ്റുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ഓരോ സന്തോഷങ്ങളാണല്ലോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്ത് പറ്റുന്നത് പോലെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും ആഘോഷിക്കാമല്ലോ. പിന്നെ എൻ്റെ അണ്ണ ഉള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അണ്ണൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല താല്പര്യമാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും കാർത്തികയ്ക്ക് നമ്മൾ ഇതേപോലെ വിളക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ അടിപൊളി ക്രിസ്മസ് കൂടും അതുപോലെ നമ്മുടെ മരം ഉണ്ടല്ലോ, ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ നമുക്കന്ന് ചാനലില്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും ആരും കണ്ടില്ല. നമ്മളിതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ശിവനും കൂടി വന്നിട്ട് നമ്മളെ ഒന്ന് സഹായിച്ചു തന്നു കേട്ടോ. പിന്നെ അവന് വീഡിയോയിൽ വരാനായിട്ട് ചളുപ്പായതുകൊണ്ട് ഓടിക്കളയായിരുന്നേ. അവ അറിയാതെ ഞാൻ പുറകിൽ നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടതും അവൻ മുഖവും പൊത്തിക്കൊണ്ട് ഓടി. അണ്ണൻ നിന്നിട്ട് ആ മുകളിലെ ഭാഗങ്ങളെല്ലാം കുരുത്തോല വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വെട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മുകൾ ഫുള്ളായിട്ട്. പിന്നെ അതേ നടുവ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കുരുത്തോല ഈ ഒരു ഷേപ്പിലാക്കി ഒന്ന് വളച്ച് കുത്തി കൊടുക്കുന്നുണ്ടേ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കുത്തി കഴിയുമ്പോഴത്തേക്കും ഇത് കാണാൻ മത്തങ്ങ പോലെ ഇല്ലേ. കുറച്ചുകൂടി കുരുത്തോല കയ്യിലുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉൾവശം ഇതുപോലെ ഒന്ന് കീറിയിട്ട് അതും കൂടിക്ക് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ടേ. ഇതൊക്കെ നമുക്ക് തോന്നുന്ന ഐഡിയ ആണ് കേട്ടോ. അപ്പം എന്തൊക്കെ ഐഡിയകൾ വരുന്നു അതൊക്കെ അങ്ങ് ചെയ്യുവാണ്. എന്തായാലും നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടേ. ഇത് ഫുള്ളായിട്ട് മുകളിലും താഴെയൊക്കെ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അപ്പുറത്തുപ്പുറത്തുള്ള പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. റോഷനും തക്കുടുവും ലച്ചുവും പിന്നെ നമ്മുടെ മക്കളും എല്ലാവരും വന്ന് ഇതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കാർത്തിക ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് നിരത്തി വെച്ചിട്ട് എല്ലാത്തിലും തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ. നമ്മൾ വിളക്ക് കത്തിക്കുന്ന ടൈം ആകുമ്പോഴല്ലേ ഇത് കത്തിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് തിരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പൂക്കൾ കൂടി തൂക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല കൂടുതൽ ഭംഗിയാവത്തുള്ളൂ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ നേരത്തെ ചെയ്യാതിരുന്നത്. അങ്ങനെ പൂക്കളും കൂടിയൊക്കെ വെച്ചപ്പം കൂടുതൽ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തിക ചട്ടി സിറ്റ് ഔട്ടിലും ഇതുപോലെ തറയിലും ഒക്കെ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സന്ധ്യ ആയപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് കാർത്തിക ദീപമൊക്കെ കൊളുത്തി എല്ലാ ചട്ടികളും നമ്മൾ ഇതുപോലെ ദീപം കൊളുത്തി കേട്ടോ. ഇത് ഫുള്ളായിട്ട് വരുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അത് നമുക്ക് ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയതാണേ. അപ്പം നമ്മുടെ കാർത്തിക വിളക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.